വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു വോട്ടെടുപ്പ്. ഇനി ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടാൽ നിയമമാകും. 14 മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും പിന്നാലെയാണ് വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസാക്കിയത്. 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേർ എതിർത്തു. പ്രതിപക്ഷാംഗങ്ങളുടെ നിർദ്ദേശം വോട്ടിനിട്ട് തള്ളി. ബില്ലിനെ എതിർക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച BJD പിന്നീട് ബില്ലിനെ അനുകൂലിച്ചു. ബുധനാഴ്ച ലോക്സഭയിലും ബിൽ പാസാക്കിയിരുന്നു. 232 വോട്ടിനെതിരെ 288 വോട്ടോടെയാണ് ലോക്സഭയിൽ ബിൽ പാസായത്. ഇതോടെ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടുന്നതോടെ നിയമമാകും. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ബില്ലിൽ നീണ്ട ചർച്ച നടന്നുവെന്നും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ച് എല്ലാവരെയും കേട്ടുവെന്നും ബിൽ അവതരണ വേളയിൽ കിരൺ റിജിജു പറഞ്ഞു. आप देखिए कल से इसका कितना स्वागत होता है, आप देखिए. इसलिए आप इतना हमको डराया बोलता है, मुसलमानों को डराया. हम मुसलमानों को नहीं डरा रहे हैं, आप डरा रहे हैं. आप डरा करके मुसलमानों को आप हमारे मुख्य धारा से बाहर करने का कोशिश आप कर रहे हैं. इसलिए मैं कहना चाहता हूं, जो CAA का चर्चा हुआ था, तो जो सदस्य എന്നാൽ ബിൽ പരിശോധിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി തങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ലെന്ന് പ്രതിപക്ഷം വാദിച്ചു. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. വഖഫ് സ്വത്തുക്കളുടെ ഏകോപനം കാര്യക്ഷമമാക്കുക, സുതാര്യത വർദ്ധിപ്പിക്കുക, പങ്കാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് 2025 വഖഫ് ഭേദഗതി ബിൽ ലക്ഷ്യമിടുന്നത്. മുസ്ലിം സ്ത്രീകളുടെ, പ്രത്യേകിച്ച് വിധവകളുടെയും വിവാഹമോചിതരായ സ്ത്രീകളുടെയും സാമ്പത്തികവും സാമൂഹികവുമായ നില മെച്ചപ്പെടുത്താനും ബിൽ ശ്രമിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.